പഴുതടച്ചൊരു അറ്റാക്കിലേക്കാണ് നമ്മൾ നിശ്ചയമായും പോകുന്നതെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 2001 ഇന്ത്യയുടെ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു അല്ലേ? അന്ന് ഏതാണ്ട് 100 കിലോഗ്രാം RDXുമായിട്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു കയറിയത്. അന്ന് ആ RDX പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാവില്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടാവില്ല. നോക്കുമെന്ന് ആലോചിക്കണേ, പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ രക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ എൻറ്റയർ ക്യാബിനറ്റ് പാർലമെൻറ്റിലുണ്ട്, എൻറ്റയർ പ്രതിപക്ഷം പാർലമെൻറ്റിലുണ്ട്. അങ്ങനെ ഒരു സമയത്ത് പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെടുകയും പാർലമെൻറ്റ് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ പുറത്ത് രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായ പ്രസിഡന്റും 3 സേനാമേധാവികളും മാത്രമേ അവശേഷിക്കുമായിരുന്നുള്ളൂ. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നു 2001 ആ അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ. എന്നിട്ട് കൂടിയും നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തില്ലല്ലോ. 2006 ഇന്ത്യൻ റെയിൽവേയുടെ മഹാരാഷ്ട്രയിലെ സബർബൻ റെയിൽവേകളിൽ ഏതാണ്ട് 6ഓളം തീവണ്ടികളിലല്ലേ പ്രഷർ കുക്കറിൽ ബോംബുകൾ വെച്ച് സ്ഫോടനം നടത്തിയത്. 200ഓളം പേരാ മരിച്ചത്. 200ഓളം പേര് മുംബൈയിലെ തീവണ്ടികൾ 11 മിനിറ്റിനുള്ളിൽ കൊല്ലപ്പെട്ടു. 11 മിനിറ്റിനടുത്ത സ്ഫോടനങ്ങളെല്ലാം സംഭവിച്ചത്. നമ്മൾ അടിച്ചിട്ടില്ല, ഒരു യുദ്ധം പിന്നെ പാകിസ്ഥാനുമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 2008 10ഓളം ആളുകൾ കടൽ കടന്ന് വന്നിട്ട് അജ്മൽ കസബിനെ ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഒരു പ്രോക്സി വാറല്ലേ നടത്തിയത്. ഞാൻ ആ മുംബൈ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. 3 ദിവസമാണ് ആ അറ്റാക്ക് നീണ്ടു നിന്നത്. എന്നിട്ടും നമ്മൾ തിരിച്ചടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും 2 രാജ്യങ്ങൾക്കിടയിലെ ഒരു യുദ്ധത്തിൻ്റെ റീസൺ അല്ല.